ഹായ് ഗൈസ്, പഴയ തലമുറയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതും ഇന്നത്തെ തലമുറക്കാർക്ക് അറിയാതിരുന്നതും ന്യൂജൻ തലമുറയ്ക്ക് പ്രിയപ്പെട്ടു വരുന്നതുമായ പഴങ്കഞ്ഞിയെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ എന്റെ ഷോർട്ട് വീഡിയോ. പഴങ്കഞ്ഞി മറവിലാണ്ടുപോയ എനിക്ക് മോന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇതിനായി ഒരുങ്ങിയത്. അതിന്റെ മുന്നോടിയായി തലേ ദിവസം തന്നെ വാഴപ്പിണ്ടി എടുത്ത് അരിഞ്ഞ് അതും ചെറുപയറും കൂടി ഒരു കൂട്ടുണ്ടാക്കി വെച്ചു. അതിനുശേഷം കുറച്ച് ചേമ്പിന്റെ താളും പച്ചക്കായും കപ്പയും പപ്പാളിയും ചേമ്പും ചേനയും വാഴപ്പിണ്ടിയും ചേർത്ത് ഒരു പടുകൂട്ടാനും തയ്യാറാക്കി. നല്ല കുഞ്ഞൻ മത്തി വെച്ച് കുടംപുളിയിട്ട് ഒരു മുളകിട്ടതും റെഡിയാക്കി വെച്ചു. അതുപോലെ തന്നെ ചോറും തലേ ദിവസം തന്നെ ഒരു മൺചട്ടിയിലിട്ട് വെള്ളമൊഴിച്ചു വെച്ചു. ചോറ് ഒരു 12 മണിക്കൂർ ഓവർനൈറ്റ് വെച്ചാൽ അതിലുള്ള അയണിന്റെ അളവ് 10 മടങ്ങാവും. അതുപോലെ തന്നെ പഴങ്കഞ്ഞിയിൽ ഫാറ്റ് കണ്ടന്റ് നല്ലവണ്ണം കുറവായിരിക്കും. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുകയും ചെയ്യും. നല്ലൊരു ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്ററും കൂടിയാണിത്. നെഞ്ചെരിച്ചിൽ, വയറുപുകച്ചിൽ, അതുപോലെ ദഹനക്കുറവുള്ളവർക്കും പഴങ്കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. ഡീഹൈഡ്രേഷൻ കുറയ്ക്കുകയും ചെയ്യും. ഉണ്ടാക്കി വെച്ച കൂട്ടാനുകളും തൈരും മീൻകറിയും കാന്താരി ഉപ്പിലിട്ടതും എല്ലാം കൂട്ടി ഒന്നാക്കി ഒരു പിടി പിടിച്ചാൽ ദിവസേന കഴിച്ചു നോക്കാൻ തോന്നും. ഉണ്ടാക്കി വെച്ച കൂട്ടിലേക്ക് കടുകും മുളകുമിട്ട് വറവിട്ടെടുത്തതിനു ശേഷം പുറമെ അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ കൂട്ടെല്ലാം കൂട്ടി കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പ്ലാവിലെ ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ പോയി പ്ലാവിലെ എടുത്ത് കൊമ്പിളാക്കി അത് വെച്ച് കോരി കുടിച്ചു. ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാനും മറക്കരുതേ.